ഹലോ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള അമൃതം പൊടി അതല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ഫ്ലോർ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒരു ലഡുവാണിത്. 2 ടേബിൾ സ്പൂൺ ഗീ പാത്രത്തിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നു. ആദ്യം കാഷ്യൂ ഫ്രൈ ചെയ്ത് പാത്രത്തിൻ്റെ സൈഡിൽ തന്നെ വെക്കുന്നു. പിന്നീട് കിസ്മിസ് ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നു. അതും അവിടെ തന്നെ നമ്മൾ വെക്കുന്നു. പിന്നീട് ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് ഇത് മൂന്നും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് 4 ടേബിൾ സ്പൂൺ ഗീ കൂടെ ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ 1/2 കിലോ അമൃതം പൊടി അതല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ഫ്ലോർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. അമൃതം പൊടിയിൽ ഓൾറെഡി ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളതിനാൽ ഞാൻ വളരെ കുറച്ച് ഷുഗർ 3 ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. വീണ്ടും കുറച്ചുകൂടി ഗീ ആഡ് ചെയ്ത് ഒരു 2 ടേബിൾ സ്പൂൺ എങ്കിലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഗീ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ലതുപോലെ ഗീ ആഡ് ചെയ്യാം. അതനുസരിച്ച് പാലിൻ്റെ അളവ് കുറച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തിളപ്പിച്ച പാല് ആഡ് ചെയ്യുകയാണ്. കട്ട പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ആരും പേടിക്കരുത് കേട്ടോ. അത് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ കട്ടകളെല്ലാം ഉടച്ച് ഫുൾ മിക്സ്ചർ സെറ്റായി. ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഉരുളകളായിട്ട് ലഡു ഫോമിലേക്ക് നമ്മൾ അതിനെ ഉരുട്ടിയെടുക്കുക. അങ്ങനെ വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ് അമൃതം പൊടി ലഡു. സോ എൻജോയ് ಮಾಡಿ.